ഒരു മാരുതിയുടെ ബലാനായിട്ട് സൈഡൊന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. പാഴ്സ് ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത മറ്റേ ബലോനയില്ല, അതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉള്ളിലേക്ക് മാറിയിരിക്കുമായിരുന്നു. അപ്പം ഈ ഒരു പീസിന് 5000 രൂപ അടുത്ത് വില വരും. ഇതൊരു മാരുതിയുടെ ബലോനായിട്ട് ബലോനയുടെ അടിവശത്ത് പുതിയ ബലോനയാണ്. പക്ഷെ ഞാൻ ഓർത്തപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പുതിയത് മാറ്റേണ്ടി വന്നെന്ന് നോക്കുമ്പോൾ ഇത് ജസ്റ്റ് സൈഡൊന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ബെൻഡായപ്പോൾ ഇത് മൊത്തത്തിൽ മാറും കേട്ടോ. ഇത് നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇത് ഏകദേശം ജെന്യുവൻ പാർട്സ് ഇത് 13000 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷോക്കിലും മറ്റേ ഈ വീല് വന്ന് കിടക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനമെല്ലാം ബെൻഡായിക്കുണ്ട്. അപ്പോൾ ഇത് മാറുവാണ്. അപ്പോൾ ഈ ഒരു സാധനം ബെൻഡായി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മാറാനേ പറ്റുള്ളൂ. മറ്റേ പഴയതാണ് കേട്ടോ. പഴയതിന് വലിയ പ്രശ്നം വരുന്നില്ല, സൈഡ് ചെറുതായിട്ടൊന്നും ബെൻഡായതാണ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇവിടെ ഈ സോണിഫിക്കേഷനിൽ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്, അത് മാറും. കഴിഞ്ഞ ദിവസം ചെയ്ത മറ്റേ ബലോനയില്ല, അതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്കത് കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ അകത്ത് അടിയിലെ സംഭവങ്ങളൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അടിയിലെ സോണിഫിക്കേഷനും മറ്റേ ആ ബെൻഡായ സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു. ജസ്റ്റ് നോക്കി ഇതിൻ്റെ പക്ഷെ ആ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ അതൊക്കെ വെക്കുന്നത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ പാച്ച് വർക്കുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ബെൻഡുണ്ട്, ഇതൊക്കെ ഉള്ളൂ, ഇനി ബാക്കിയില്ല. ഇതെന്താ സ്പീക്കർ സബ്ബോ, അടിപൊളി. ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ നോക്കണം. ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഈ ഷോക്കും കാര്യങ്ങളും പിന്നെ ഇതൊക്കെയാണ് ചെറിയ മുട്ടലും തട്ടലൊക്കെ കൊണ്ട സ്ഥലങ്ങൾ. ഇത് അടയത്തില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇരിക്കുക എന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഇതെല്ലാം പോയിരിക്കുക. നമ്മുടെ ഷോക്കും കാര്യങ്ങളെല്ലാം പിന്നെ പിന്നെ നമ്മുടെ പുതിയ ടയർ വിട്ടു കേട്ടോ. ഇത് പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബലോനയുടെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടനതിപ്പോൾ ഇവിടുത്തെ ബെൻഡ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഒരു പീസില്ലേ, ഈ ഒരു പീസ് നേരത്തെ നമ്മൾ കണ്ടതല്ലേ, ഇച്ചിരി ഉള്ളിലേക്ക് മാറിയിരിക്കുമായിരുന്നു. അപ്പം ഈ ഒരു പീസ് ആദ്യം മാറണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പുള്ളി അത് വലിച്ചു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഡെൻ്റെല്ലാം മാറി പുറത്തേക്ക് വന്നു. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു പീസിന് 5000 രൂപ അടുത്ത് വില വരും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് അത്യാവശ്യം കഴിഞ്ഞു. ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡെൻറ്റും നമ്മൾ എടുത്തു കഴിഞ്ഞു. അല്ലേടാ, അതിന് ചിലപ്പോൾ ഒരു 5000 രൂപ അടുത്ത് വേണ്ടി വന്നേനല്ലേ. നമ്മൾ അത്യാവശ്യം അകത്തേക്ക് ചളങ്ങി ഇരിക്കുമായിരുന്നു അല്ലേ. പിന്നെ നല്ല ബന്ധമായിരുന്നു. അത് ചേട്ടൻ്റെ ഒരു വർക്കിൻ്റെ ആ സിൻസിയറിറ്റീസ് കൊണ്ട് കംപ്ലീറ്റ് അതെടുത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസെല്ലാം പുതിയതാണ്. ഇതിൻ്റെ അടിയിലെല്ലാം പീസെല്ലാം പുതിയത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കണ്ടതാണല്ലോ. ഇതെല്ലാം മാറ്റം നമ്മൾ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലാസ്റ്റ് അതിൻ്റെ അകത്ത് എസ്റ്റിമേറ്റും കാര്യങ്ങളും. അതായത് ഈ ഒരു ടയറും പുതിയത്. ഈ ഇടിയിൽ ടയർ മിക്കവാറും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ടയർ മാറിയിട്ടുണ്ട്. നമ്മുടെ ഇത്ര ഇടിയിടിക്കുമ്പോൾ അലവിലിന് ബെൻഡില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അലവിൽ മാറിയിട്ടില്ല, പഴയ അലവിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്.